സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. ചുങ്ക ജ്വല്ലറി സ്വയംവരത്തിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അഭിലാഷ് ആൻഡ് ശിവാംബിക ഇവരെ മീറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ശിവാംബികയുടെ ഒരു മേക്ക് ഓവർ സെഗ്മെൻറ്റും കണ്ടു. ബാക്കിയുള്ള കല്യാണ വിശേഷങ്ങൾ ഇന്ന് കാണാം. സോ നിങ്ങളുടെ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ഈ പറഞ്ഞതുപോലെ ഒരു ലോങ് വെയിറ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പ്രിപ്പയർ ചെയ്ത് കാണുമല്ലോ. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു എൻ്റെ എല്ലാത്തിൻ്റെയും സപ്പോർട്ട്. എൻ്റെ ഫ്രണ്ട്സിൽ അക്മൽ, ബാബു, അങ്ങനെ ആനന്ദ് 3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരാണ് ഈ തിരുവനന്തപുരത്തെ കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്തത്. അവരാണ് മണ്ഡപം തൊട്ട് ബുക്ക് ചെയ്യുന്നത്. മണ്ഡപം ബുക്കിംഗ് ആയാലും ഇവന്റ് മാനേജ്മെന്റ് ആയാലും ശരിക്കും അവർ 3 പേരും തന്നെയായിരുന്നു ഇവന്റ് മാനേജേഴ്സ്. പിന്നെ എൻ്റെ കസിൻസും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും എല്ലാം അറേഞ്ച് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ ജനുവരിയിലാണ് കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഏതാണ്ട് ഒരു കൊല്ലത്തെ ബഫർ ഉണ്ട്, 12 മാസം. കാര്യം ഞങ്ങൾ അത് അങ്ങനെ ഇട്ടതെന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് സ്ഥലത്തുള്ള ആൾക്കാർ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം. പിന്നെ ഞങ്ങൾ 2 പേരും നാട്ടിലും ഇല്ല. എൻ്റെ ഫ്രണ്ട്സ് ആയാലും 2 പേര് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും വെളിയിലായിരുന്നു. അപ്പോൾ എല്ലാം അതിന് വേണ്ടിയിട്ട് ഒരു 12 month ബഫർ പീരീഡ് ഇട്ടത്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ജനുവരിയിൽ തന്നെ ഞങ്ങൾ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തു. സുമംഗലി കല്യാണ മണ്ഡപമായിരുന്നു. അതെ. പിന്നെ ഇവന്റ് മാനേജിന് അവിടുത്തെ കല്യാണ മണ്ഡപം ഡെക്കറേഷൻ എല്ലാത്തിനും ഹാപ്പി വെഡിങ് ആയിരുന്നു. സ്വരൂപ് സ്വരൂപ് ചേട്ടൻ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാ കാര്യവും ഫോണിലാണ് കോർഡിനേറ്റ് ചെയ്തത്. ഒന്നും നേരിട്ട് പോകേണ്ടി വന്നിട്ടില്ല. എല്ലാം പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മാരേജ് ആയിരുന്നു. അത് നവംബർ 2017 എൻ്റെ ഫ്രണ്ട്സ് ബാബു ലക്ഷ്മി കല്യാണം കഴിച്ചത്. അപ്പോൾ അവർ കല്യാണം കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു പ്രോസസ് എല്ലാം. കാര്യം കുറച്ച് വ്യത്യാസമുള്ളൂ. ചെറുക്കനും പെണ്ണും മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ അവരുടെ എല്ലാം ഫോളോ ചെയ്തു. അവര് ചെയ്ത ഓഡിറ്റോറിയം, അവർ ചെയ്ത ഫോട്ടോഗ്രാഫേഴ്സ്, അപ്പോൾ അവർ തന്നെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത കാര്യം ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ രീതി കസ്റ്റമൈസ് ചെയ്യേണ്ടി വന്നു. എന്നാലും പക്ഷെ അവരുടെ ഹെൽപ്പ് ഉണ്ടായതുകൊണ്ട് വേറെ പ്രശ്നം കോൺടാക്ട് ഒന്നും തേടി അലയേണ്ടി വന്നില്ല. ഞങ്ങൾ വർക്ക് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവരുമായിട്ടെല്ലാം ഇന്ററാക്ട് ചെയ്തത്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് ജാക്സൺ ചേട്ടനായാലും അവരോട് പ്രീ വെഡിങ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു ബാബു ലക്ഷ്മിക്ക്. അപ്പോൾ അവരോട് ഞങ്ങൾ ഒരുപാട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട്സാണ് ഞങ്ങളെല്ലാം. അപ്പോൾ അവര് ഞങ്ങൾക്കൊന്ന് വിളിച്ചപ്പോൾ ഫോൺ കോളിന്റെ ആവശ്യമുള്ളായിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. യൂഷ്വലി എസ്പെഷ്യലി കേരളത്തിന്റെ പുറത്ത് താമസിച്ചിട്ട് കേരളത്തിൽ വെഡിങ് നടത്തുമ്പോൾ ഒരുപാട് മീറ്റിംഗ്സിനൊക്കെ ഒത്തിരി ടൈം ആൻഡ് എഫേർട്ട് എടുക്കും. നിങ്ങളുടെ എല്ലാം ഒരു ഫോൺ കോളിൽ കാര്യം എന്ന് വെച്ചാൽ അവര് നമ്മൾ മുമ്പ് അവരോട് ഇടപെട്ടിട്ടുണ്ട്, അവരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ വർക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. മറ്റേതാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഓഡിറ്റോറിയം മാത്രം ഞങ്ങൾ ഒന്നും സെർച്ച് ചെയ്തു. ഞങ്ങൾ പിന്നെ പറഞ്ഞ പോലെ ഇന്റർനെറ്റിലാണ് ഞങ്ങൾക്ക് എല്ലാ എക്സൽ ഷീറ്റിലാണ് ഞങ്ങളുടെ ജീവിതം മൊത്തം ഓടുന്നത്. അപ്പോൾ എല്ലാ പ്ലാനും ഞങ്ങളൊരു ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ കല്യാണ മണ്ഡപമായാലും ഞങ്ങൾ എല്ലാ മണ്ഡപത്തിന്റെയും ഡേറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ട് എല്ലാം ഓൺലൈനായിട്ട് എല്ലാം കോൾ ചെയ്തു, റേറ്റ് എടുത്തു. പിന്നെ ഡേറ്റ് എല്ലാം ഞങ്ങൾ നോക്കി, അവൈലബിലിറ്റി നോക്കി. അതിനനുസരിച്ച് അച്ഛനും പോയിട്ട് മുഹൂർത്തം നോക്കി എല്ലാം കോർഡിനേറ്റ് ചെയ്തു. അവസാനം ഷോർട്ട് ലിസ്റ്റ് ആയി വന്നത് എന്തോ കാര്യമെന്ന് അറിയത്തില്ല, ബാബു ലക്ഷ്മിയുടെ കല്യാണം നടന്ന അതേ സുമംഗലി തന്നെ ഞങ്ങൾ ഫൈനലിൽ വന്ന് ചേരുമായിരുന്നു. പിന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ സുമംഗലി ബ്ലോക്ക് ചെയ്തു. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഓഡിറ്റോറിയത്തിൽ ഇപ്പം ഫ്രണ്ട്സ് തന്നെ എല്ലാം ചെയ്തെന്ന് പറഞ്ഞല്ലോ. എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡെക്കറേഷൻ? സ്പെഷ്യൽ അല്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം യുനോ ഇതുപോലെ ഒരുക്കണം, അല്ലെങ്കിൽ ഒരു ടെമ്പിൾ പോലെ വേണം, അല്ലെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് വേണം, അങ്ങനെയൊക്കെ ചെറിയ ചിലപ്പോൾ ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഞങ്ങളൊരു വിഷ്വൽ ട്രീറ്റ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ കുറച്ച് നന്നായിട്ടിരിക്കണം. അപ്പോൾ ഹാപ്പി വെഡിങ്ങിന്റെ സ്വരൂപയുടെ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാം അയച്ചു തന്നു. അതിൽ നിന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്യായിരുന്നു. ഇൻഫാക്ട് ജ്വല്ലറിയിലേക്ക് വരുമ്പോഴാണെങ്കിലും തമിഴ് സ്റ്റൈൽ ആൻഡ് കേരള സ്റ്റൈൽ ഭയങ്കര ഡിഫറെന്റാ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള തമിഴ് ഈ ഒരു ടെമ്പിൾ ജ്വല്ലറി അതൊക്കെയാണല്ലോ. ഞാൻ ഒരു 2 എണ്ണം അങ്ങനെ ഇട്ടിരുന്നു, നഗാസ് ജ്വല്ലറി ഇട്ടിരുന്നു. പിന്നെ ഈ ട്രഡീഷണൽ കേരള മാരേജ് ആയതുകൊണ്ട് നമുക്കതൊന്നും ഈ പാലക്കാമാല
പിന്നെ എല്ലാം അതെല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ നമ്മുടെ നഗാസ് ഇട്ടിരുന്നു, പിന്നെ ഇവിടത്തെ ട്രഡീഷണൽ ജ്വല്ലറി ഇട്ടിരുന്നു. ഓക്കെ, നൈസ്. എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് ജ്വല്ലറി ഒന്നും ഇല്ല, പക്ഷെ ചിലപ്പം വേറെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും? അല്ല, ജ്വൽസ് ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പിന്നെ ഈ റിസപ്ഷൻ, ഈവനിങ് റിസപ്ഷൻ, പിന്നെ ഇവിടെ അവിടുത്തെ നാമക്കൽ റിസപ്ഷൻ ഉണ്ട്, അങ്ങനെ അതിനൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ്. ബാംഗ്ലൂരിൽ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഒരുപാട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അത് ഞങ്ങൾ 2 ഫുൾ ഡേ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ ഫുള്ള് കറങ്ങി അങ്ങനെയാണ് വാങ്ങിയത്. ബാംഗ്ലൂർ ആണല്ലോ, അപ്പോൾ ബാംഗ്ലൂർ ആകുമ്പോൾ നമുക്ക് ഈസിയാണ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കുർത്ത ആയാലും എന്തായാലും നമുക്ക് എടുക്കാൻ ഓപ്ഷൻ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റിയാക്ഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഒരിടത്തും എന്നാണ്. എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കേണ്ടി വന്നോ? അങ്ങനെയൊന്നും ആയിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇല്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ എന്താ പറയുക, കൂട്ടുകാരുടെ സഹായം, ദൈവത്തിൻ്റെ സഹായം, പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, കാര്യം ഇത്ര ഇങ്ങനെ നടത്തുമ്പോൾ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, എല്ലാം സ്മൂത്ത് ആയിട്ടായിരുന്നു. എന്തെങ്കിലും ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ എടുത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടത്തിയ ഒരു എനിക്ക് ഫസ്റ്റ് തിങ് ആയിരുന്നു. അതെ, ഞാൻ ഇതുവരെ എന്തിനു വേണ്ടിയിട്ട് ഇത്ര ടെൻഷൻ ആയില്ല, എൻ്റെ റിസൾട്ടിനോ എൻ്റെ ജോലിനോ. അപ്പോൾ എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കുറച്ച് റെസ്പോൺസിബിലിറ്റി എടുത്ത് നടത്തി ഒരു ലൈഫിന് മുന്നോട്ട് പോകുന്ന ഒരു മെച്യൂർഡ് സോണിൽ എൻ്റർ ആയതുപോലെ ഒരു ഫീൽ ആയിരുന്നു. കല്യാണത്തിന്റെ സമയത്ത് കുറെ സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിനെയൊക്കെ കുറിച്ച് ക്വിക്കായിട്ട്. ചെണ്ടമേളം എൻ്റെ ഫ്രണ്ട്സിന്റെ ഐഡിയ ആയിരുന്നു, അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല, അവർ തന്നെയാണ് അത് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാരിക്കേച്ചർ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരിക്കേച്ചർ കാരിക്കേച്ചർ അവർ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കാർഡ് ചെയ്തത് ഞങ്ങളുടെ 2 പേരും കാരിക്കേച്ചർ വരച്ച് അതിൽ ഒരു സൈഡിൽ ട്രിവാൻഡ്രത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് ഇമേജസും റൈറ്റ് സൈഡിൽ തമിഴ്നാടിനെ റെപ്രസെന്റ്, അങ്ങനെ ഒരു ഫ്രണ്ട്സ് കാർഡ് അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതും അങ്ങനെ കുറച്ച് അങ്ങനെ 2-3 ഡിഫറെൻറ്റ് കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ ഫ്രണ്ട്സ് തന്നെയാണ് നോക്കിയത്, നമ്മൾ ചെയ്തിട്ടുണ്ട്. ആസ് എ ബ്രൈഡ് ശിവാംബിക ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അഭിലാഷിന് എസ്പെഷ്യലി ഒരു തമിഴ് കുട്ടീനെ കേരള അല്ലേ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം പോലെ ഒരുങ്ങി വന്നപ്പോൾ എന്തായിരുന്നു അഭിലാഷിന്റെ ഒരു? ഇല്ല, ഞാൻ മുമ്പ് ഇങ്ങനെ ആ കേരള സാരി ഇതിൽ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കറിയാം ഒരുങ്ങി വരുമ്പോൾ, കാര്യം അതുകൊണ്ടാണ് ഞാൻ ആ സാരി സെലക്ട് ചെയ്തത് തന്നെ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു പിക്ചർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെയാണ് വിനീത ചേച്ചി ഒരുക്കി വിട്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മൊത്തം സന്തോഷം. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും മുമ്പേ ഫോട്ടോ ഇങ്ങനെ എത്തിയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. സോ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ജാക്സൺ ആണ്. അവരുടെ കൂടെയുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് പറയും. ജാക്സ് ഫൈനാൻസിലെ ജാക്സൺ ചേട്ടൻ ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഏതാണ്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് ഞങ്ങൾക്ക് അറിയാൻ രണ്ടുപേരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാബു ലക്ഷ്മി മാരേജിൽ നിന്നാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് എന്നല്ല, ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെയാണ് അവർ, അങ്ങനെയാണ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ അവരുടെ കല്യാണത്തിന് വന്ന അതേപോലെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ജാക്സൺ ചേട്ടനെ. പിന്നെ ആ ജാക്സൺ ചേട്ടൻ്റെ ടീം എന്ന് പറഞ്ഞാൽ കുറച്ച് ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്. ഇപ്പം എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻസ് ഒന്നും ഒരുപാട് വരത്തില്ല, എന്നാലും ഉള്ള എക്സ്പ്രഷൻ വെച്ചിട്ട് ചേട്ടൻ നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പറയാന്നാലും ഞങ്ങൾ കുറച്ച് ഇതുണ്ട്, കാര്യം വീട്ടുകാരുണ്ട് അങ്ങനെ. പക്ഷെ അതെല്ലാം അവർ നൈസായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഇവിടെ കുറച്ച് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ജാക്സൺ ചേട്ടൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അഭിലാഷ് ആൻഡ് ശിവാംബിക ഇവരുടെ വെഡിങ് പ്രിപ്പറേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവർ ഷെയർ ചെയ്തു. അന്ന് എന്താ നടന്നതെന്ന് നമുക്ക് കാണാം.
കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അതിനെ കുറിച്ച് പറയും. റിസപ്ഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ടില്ല, ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് പിന്നെ ഫാമിലി അങ്ങനെ മാത്രമുള്ള ഒരു ചെറിയൊരു റിസപ്ഷനായിട്ടാണ് ഓർഗനൈസ് ചെയ്തത്. കാര്യം ഞങ്ങൾ അങ്ങനെയാണ് ആദ്യമേ പ്ലാൻ ചെയ്തത്. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ഫാമിലി അപ്പോൾ ചെറുതായിട്ട് വീട്ടിൽ തന്നെ ആയിരുന്നു റിസപ്ഷൻ ഞങ്ങൾ ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ ശിവാംബിക ഗൗൺ ഞാൻ കോത്തായിട്ടൊക്കെ. പിന്നെ എൻ്റെ കസിൻസ് എനിക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് ഇവിടെ കുറച്ച് ലൈറ്റിങ്ങും പിന്നെ ഒരു ഫോട്ടോ കേക്കും എല്ലാം അവർ തന്നെ സീക്രട്ട് ആയിട്ട് സർപ്രൈസ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കിൽ ഫോട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് ചെയ്ത കാരിക്കേച്ചർ അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തിനാണെന്ന്. അപ്പോൾ അവർ തന്നെ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിങ്ങും ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് എല്ലാം ചെയ്തിട്ട് അവർ തന്നെ അങ്ങനെ ഒരു ചെറിയൊരു കലാപരിപാടികളോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല ഇല്ല, അവർക്ക് കുറച്ച് അങ്ങനെയൊന്നും ഞങ്ങളിവിടെ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം അതുകൊണ്ട് അവരൊന്ന് ഒതുങ്ങിയതാണ്. പിന്നെ കുറച്ച് ഹാപ്പി മൊമെന്റ്സ് ആയിട്ട് ഞങ്ങൾ ആ ഫോട്ടോസ് ഷൂട്ടും അങ്ങനെ കുറച്ച് ഇതായിരുന്നു. അല്ലാതെ ഒരുപാട് സംഭവമായിട്ടൊന്നും ഇല്ലായിരുന്നു. മൊത്തത്തിൽ ഇപ്പൊ ഈ ഒരു വെഡിങ്ങിന്റെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടല്ലോ, ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒരു ഹാപ്പി മൊമെന്റ് ആയിട്ട് എന്താണ് ശിവാംബിക? അത് താലി കെട്ടിയ മൊമെന്റ് ആണ്. ആ താലി കെട്ടിയപ്പോ ഇത് കഴിഞ്ഞ് അങ്ങനെയായിരുന്നു. ഈ താലി കെട്ടി ഈ ഹുക്ക് ഇടുമ്പോൾ ചേച്ചി പുറത്തിലിരുന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഇത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തതാണ്, നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഫുള്ള് അവരുടെ ഹെൽപ്പ് അല്ലാതെ ഫുള്ള് അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഓരോ മൊമെന്റിൽ ഞങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫുള്ളി അക്കംപ്ലിഷ്ഡ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ അങ്ങ് ചെയ്തപ്പോൾ അതെ അതെ ചേച്ചിക്ക് അതിൽ കുറച്ച് ദേഷ്യം ഉണ്ടാവുന്നാലും കുഴപ്പമില്ല, പക്ഷെ ആ ഒരു ഫീൽ നമുക്കല്ലേ കിട്ടത്തുള്ളൂ. സോ ഏതായാലും ഇവരുടെ വെഡിങ്ങിന്റെ റിസപ്ഷൻ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു ഗെയിം കളിക്കാം. ഓക്കെ, ഇറ്റ്സ് കോൾഡ് പോയിന്റ് യുവർ ഫിംഗേഴ്സ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആരാണോ ഏറ്റവും ആപ്റ്റായിട്ട് ആ ക്യാരക്ടറിന്റെ യോജിക്കുക അവരുടെ നേരെ ഫിംഗേഴ്സ് പോയിന്റ് ചെയ്യുക. ഐദർ ഇറ്റ് ക്യാൻ ബി യുവർ സെൽഫ് ഓർ ഇറ്റ് ക്യാൻ ബി ദി ഓപ്പോസിറ്റ് പേഴ്സൺ. ഓക്കെ, നിങ്ങൾ രണ്ടായാലും രാവിലെ എഴുന്നേക്കാനായിട്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബുദ്ധിമുട്ട് ഉള്ള ആർക്കാണ്? ഞാൻ വെക്കേണ്ടതാണ്, പിന്നെ ഞാൻ കുറച്ച് ക്ഷമിച്ചിരിക്കുന്നു. അങ്ങോട്ട് വെക്കേണ്ടതാണ്. ഞങ്ങള് ഈ രാത്രിയെല്ലാം വർക്ക് ചെയ്തിട്ടൊക്കെ ഉറങ്ങുന്നുണ്ട്, പിന്നെ ലേറ്റ് ആവും എന്തായാലും, അതുകൊണ്ട് എനിക്ക് എക്സ്ക്യൂസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടാൾക്കാരിലും നല്ല കുക്ക് ആരാണ്? അതെ അതെ, കമ്പാരിറ്റീവ്ലി കൈ കാണിക്കാത്തതല്ല, അല്ല അതെനിക്ക് തന്നെ അറിയാം, ഞാനാണ് കുറച്ചും കൂടി ബെറ്റർ. ഇതുവരെ ട്രൈ ചെയ്തില്ല, എന്റെ കുക്കിംഗ് ഇതുവരെ അഭിലാഷ് ട്രൈ ചെയ്തില്ല, ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നല്ല കുക്കാണോ? ആ, നല്ല എന്താണ് ഏറ്റവും ഭംഗിയായിട്ട് കുക്ക് ചെയ്യുന്ന ഡിഷ്? ഇവര് നല്ല ചിക്കൻ കറി ഉണ്ടാക്കും ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ കഴിച്ചിട്ടില്ല. അല്ല, എല്ലാരും പറയും. ഞങ്ങള് ചെന്നൈയിലായിരുന്ന സമയത്ത് കുറച്ചൊക്കെ സെൽഫ് കുക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങളിൽ രണ്ടുപേർക്കും ആർക്കാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത്? എനിക്കോ? അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആയിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അഭിലാഷിന് കൂടുതൽ ദേഷ്യം വരുന്നത് അഭിലാഷിനാണ്. എന്ത് കാര്യം ബേസ് ചെയ്താണ്?
എപ്പോഴും ഒരു കാര്യത്തിന് ചിലപ്പോൾ ബാംഗ്ലൂരിലാണ് ഞാൻ പറഞ്ഞില്ല, ബാംഗ്ലൂർ ഇപ്പോൾ വർക്ക് ചെയ്യാൻ, ചെന്നൈയിലായിരുന്നു മുമ്പ്. പക്ഷേ ബാംഗ്ലൂരിലാണെങ്കിലും ഒന്ന് ഊഹിക്കാമല്ലോ അവിടെ എന്ത് ട്രാഫിക് ആയിരിക്കും. അപ്പം ഞാൻ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും ആ ട്രാഫിക്കിൽ എടുക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. എന്നിട്ട് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എടുക്കത്തില്ല. അപ്പോൾ അന്നത്തെ ദിവസം തീർന്നു, അവിടെ തുടങ്ങി. എപ്പോൾ ഫോൺ എടുക്കാതാവോ അപ്പോൾ ദേഷ്യം തുടങ്ങിയിരിക്കും. പിന്നെ ടയർഡായിട്ട് വന്നിട്ട് ഉറങ്ങുന്നെന്ന് ഫോണിൽ പറയുമ്പോൾ അപ്പോൾ പിന്നെ ദേഷ്യം പിന്നെ സംസാരിക്കണം. ടയർഡാണെന്ന് പറയുമ്പോഴായിരിക്കും കൂടുതൽ സംസാരിക്കണം. അല്ല, അത് ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂർ ട്രാഫിക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇതെന്താ പറയുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിക്കോളും. സോ അതിൽ ആ ഒരു പോയിന്റിൽ ഞാനും ബാംഗ്ലൂർ ആയതുകൊണ്ട് ഐ അഗ്രി വിത്ത് അഭിലാഷ്. സോ അക്കോർഡിംഗ് ടു ശിവാംബിക, അഭിലാഷിനാണല്ലോ കൂടുതൽ ദേഷ്യം. എന്ത് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്? ദേഷ്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും എന്താ പറയാ, ഈ ചാർജർ എടുത്ത് കൊടുക്കും, ഫോൺ എടുത്ത് കൊടുക്കും ചോദിക്കുമ്പോൾ അഭിലാഷ് എടുത്തോന്ന് പറഞ്ഞാൽ അപ്പോൾ ദേഷ്യം വരും. കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ദേഷ്യം വരും. ചെറിയ ചെറിയ കാര്യത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. പക്ഷെ അത് അപ്പം തന്നെ പോകും. എത്ര പെട്ടെന്ന് വരും അത്രേ പെട്ടെന്ന് പോവും ചെയ്യും. ആരാണ് ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് കോംപ്രമൈസിങ് സ്റ്റെപ്പ് എടുക്കുന്നത്? ആരാണ്? രണ്ടുപേരും ഈക്വലായിട്ട് തന്നെ എടുക്കുന്നത്. ആദ്യം അഭിലാഷായിരുന്നു, പിന്നെ ഞാനും. ഞങ്ങളങ്ങനെ മിണ്ടാതെ ഒന്നും ഇരുന്നിട്ടൊന്നുമില്ല. ഫൈറ്റ് ഒരുപാടുണ്ട്. കാരണം 5 കൊല്ലത്തിനിടയ്ക്ക് ഈ ഒരു മാരേജ് ഓർഗനൈസേഷൻ തന്നെ ഒരുപാട് വലിയൊരു ടാസ്ക് ഉണ്ട്. അപ്പം അടിയൊക്കെ ഒരുപാട് കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസത്തിൽ അങ്ങനെ മിണ്ടാതിരിക്കുക, 2 ദിവസം മാക്സിമം ഒരു ഹാഫ് ആൻ അവർ, അതിക്ക് മേലെ അതിനെക്കാട്ടും കൂടുതലൊന്നും ഞങ്ങൾ സംസാരിക്കാതിരുന്നിട്ടൊന്നുമില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇറ്റ് വാസ് ഫൺ. ഐ ഹോപ്പ് നിങ്ങൾ ഈ ഗെയിം എൻജോയ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. സോ എനിവേ ഹാപ്പി മാരിഡ് ലൈഫ് അഭിലാഷ്, ഹാപ്പി മാരിഡ് ലൈഫ് ശിവാംബിക. സോ ഇവർ 5 years കാത്തു നിന്ന് വളരെ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിട്ട് അവസാനം ഇവരുടെ കല്യാണം കഴിഞ്ഞ് ദേ ആർ വെരി ഹാപ്പിലി മാരിഡ് കപ്പിൾ. വിഷിംഗ് ദിസ് ബ്യൂട്ടിഫുൾ കപ്പിൾ എ വെരി ഹാപ്പി മാരിഡ് ലൈഫ്. മറ്റൊരു കപ്പിളുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്. ബൈ.